വെറും 15 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾ മിക്കവരും കഴിച്ചിട്ടുണ്ടാവില്ല. ഇത് ഒരു സ്പെഷ്യൽ സംഭവമാണ്. വളരെ സിമ്പിളാണ്, ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിന് വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. ഇതേപോലത്തെ മുഴുവൻ ഗോതമ്പാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേണ്ടത് ഇതേപോലെ 3 ബെല്ലമാണ്. പിന്നെ 1.5 നാളികേരം, അതായത് 3 മുറി നാളികേരം. ആദ്യം തന്നെ ഒരു ചട്ടി നമുക്ക് ഇതേപോലെ നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വേണം ചൂടാക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഗോതമ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതേപോലെ ഈ ഗോതമ്പ് പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കാം. ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എങ്ങോട്ടെങ്കിലും ഫാനൊക്കെ ഇട്ടിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബെല്ലം നമുക്കൊന്ന് ഇടിച്ചെടുക്കണം. ഇതേപോലെ ഇടിക്കുന്ന ഒരു കല്ലിലിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം നമുക്ക്. ഈ നല്ലപോലെ ഇടിച്ചിട്ട ശർക്കരയാണ്. ഞാൻ ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ അതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. വിരോധമൊന്നുമില്ല. നമുക്ക് നല്ല ഒടുക്കത്തെ മധുരം. എനിക്കിങ്ങനെ ഷുഗർ അധികം കഴിക്കാത്തത് കൊണ്ട് ഭയങ്കര മധുരം അടിച്ചു പോകും. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരത്തെ പൊടിച്ച് വെച്ച ഗോതമ്പും ഈ ശർക്കരയും കൂടെ നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതേപോലെ നല്ല ഫൈൻ പൗഡർ ആക്കി കിട്ടണം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. കാരണം അടിയാത്ത ഗോതമ്പ് കുറച്ച് കിടപ്പുണ്ടാവും മിക്സിയിൽ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല തരിപ്പൊന്നും ഇല്ലാതെ നല്ല ഗോതമ്പ് പൊടി ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നതിലും ടേസ്റ്റ് മുഴുവൻ ഗോതമ്പിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മുഴുവൻ ഗോതമ്പ് ഇട്ട് ഇങ്ങനെ ചൂടാക്കി പൊടിച്ചെടുക്കുന്നത്. ഇനി ഈ ഗോതമ്പ് പൊടിയിലോട്ട് നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ച ശർക്കര ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതായിരിക്കും. നമുക്ക് ഇതിന്റെ മധുരം ഈ സമയത്തൊന്ന് വേണമെങ്കിൽ നോക്കാം കേട്ടോ. അപ്പോൾ മധുരം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഗോതമ്പ് പൊടി വേണമെങ്കിൽ, നമ്മൾ വറുത്ത് പൊടിച്ച ഗോതമ്പ് പൊടി കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ 1.5 നാളികേരം, അതായത് 3 മുറി നാളികേരത്തിന്റെ ചെറിയ നാളികേരമാണ് കേട്ടോ. ഇതും കൂടെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ഒരു പാകം എന്ന് പറയുന്നത്. ഇത് വെറുതെ തിന്നാനും ടേസ്റ്റ് ആണ്, പക്ഷെ നമുക്ക് ഭംഗി മുഖ്യമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടയാക്കാം. സൂപ്പർ സൂപ്പർ. ഈ രസയ്ക്കുള്ള കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞുണ്ട കഴിച്ചു എങ്ങനെയുണ്ട്? അതങ്ങനെ കാര്യട്ടാ, കുറച്ച് തിന്നാ മതി. ഇഷ്ടായ ബാക്കിയുള്ളതും കൂടെ പൊടി കൂടെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. പിന്നെ നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ടാണ് ഈ സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് വല്ലതും മേടിച്ച് കൊടുത്ത് കുട്ടികളുടെ വയറ് കേടാക്കുന്നതിലും ഇങ്ങനത്തെ ഹെൽത്തി സ്നാക്കുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വയറ് കേടാവുന്നൊരു പേടിയും വേണ്ട. പെട്ടെന്ന് ഇത് കഴിക്കുമ്പോൾ ഗോതമ്പാണെന്ന് പിടി കിട്ടില്ല കേട്ടോ. കാരണം ഇത് ഞാൻ ഉണ്ടാക്കി എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിന് കൊടുത്തപ്പോൾ അവന് സംഭവം മനസ്സിലായില്ല ഇത് എന്താണെന്ന് കുറേ ചോദിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീട്ടുകാർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. വീഡിയോ എടുത്തുകൊണ്ട് തിന്നുകൊണ്ടിരിക്കാണ്ട് ഞങ്ങൾക്കും കൂടെ താ എന്നാണ് അവർ പറയുന്നത്. ഞാൻ അവരെ കൊതിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ കമൻസിൽ പറഞ്ഞോളൂ, നല്ലതല്ലെങ്കിലും. അപ്പോൾ ഓക്കെ, ബൈ.